നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, അരുളിച്ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് ബാലനായ ശമൂവേലിന്റെ പ്രാർത്ഥന കേട്ട് ശമൂവേലോടും ശമൂവേലിലൂടെ ഏലിയോടും തൻ്റെ ജനത്തോടും സംസാരിച്ച കർത്താവേ, ഇപ്പോൾ ബലഹീനായ അടിയനോട് സംസാരിക്കണം. അടിയനിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്ന നിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് സഹായിക്കണമെന്ന് വചനം ജഡമെടുത്ത യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. കഴിഞ്ഞ 100 വർഷത്തിൽ പരം നമ്മെ സഭയായും കുടുംബങ്ങളായും വ്യക്തികളായും കാത്തുപരിപാലിച്ച് അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യമായി നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ഒരു അവസരത്തിൽ നാം ഇവിടെ പാടിയതുപോലെ ദൈവം നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്താൽ എണ്ണിത്തീരാതെ വണ്ണം ഇത്രയും അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ അധിവസിക്കുന്ന മേച്ചാൽ സഭയും ഈ വർഷം സെന്റിനറി കൊണ്ടാടുകയാണ്. അപ്പോൾ അവിടുത്തെ കമ്മിറ്റി ഇടപെട്ടക്കാൻ ഒരു തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ 100 വർഷക്കാലം ദൈവം സഭയായി നമുക്ക് നൽകിയിട്ടുള്ള 100 അനുഗ്രഹങ്ങളെ ഒന്ന് എഴുതിയിട്ട് 100 ദിവസം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അത് വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി ഞങ്ങളിപ്പോൾ വളരെ പ്രയാസത്തിലാണ്. 100 എഴുതാൻ വേണ്ടി പറഞ്ഞ അവസാനം നിൽക്കുന്നില്ല, അങ്ങ് പോവുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ അനുഭവം എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ ജൂബിലിയുടെ നിറവിൽ അല്ലെങ്കിൽ സെന്റിനറിയുടെ ശതാബ്ദി വർഷത്തിൽ നിങ്ങളുമായിട്ട് വചനം പങ്കിടുവാൻ നമ്മുടെ അധ്യക്ഷനായ തിരുമേനി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിനയമായി സമ്മതിച്ച് ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ പാട്ടിന് മുമ്പാണ് തിരുമേനി പറഞ്ഞത്, ഇപ്പോൾ തിരുമേനി ദൈവവചനം പറയണമെന്ന്. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കേടുകൂടാതെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ റിട്ടേണിന് മുൻപ് അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ എന്നും പറയും, നിങ്ങൾ ഒരു ആരാധനയ്ക്ക് പോയാൽ എപ്പോഴും ഒരു വചനം ഒരുങ്ങിയേ പോകാവൂ എന്ന് ഞാൻ പറയുമായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലും വളരെ വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. ഈ ഒരു അവസരത്തിൽ എൻ്റെയും ഞങ്ങളെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയുമായ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ജൂബിലി കൊണ്ടാടുന്ന സഭയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 7:30 മണിക്കൂർ സർവീസിൽ വന്നു ചേരുവാൻ ദൈവം ഞങ്ങളെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചതിനായി പ്രത്യേകമായി സ്തോത്രം ചെയ്യുന്നു. ഈ സെന്റിനറി വർഷത്തിൽ 100 വർഷം തികയുന്ന ഈ അവസരത്തിൽ എന്താണ് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ വേണ്ടി എന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലോചന ചോദിച്ച് പഠിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു വചനമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് 100-ാം സങ്കീർത്തനം 5-ാം വാക്യം. 100-ാം വർഷത്തിൽ 100-ാം സങ്കീർത്തനം 5-ാം വാക്യം. ആരെങ്കിലും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഉള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കുന്നു. 100 വർഷം ശതാബ്ദി കൊണ്ടാടുക എന്നുള്ളത് കഴിഞ്ഞ 100 വർഷത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നാം അനുഭവിച്ചതിൻ്റെ ഒരു ആഘോഷമാണ്. ഈ ജൂബിലി അല്ലെങ്കിൽ സെന്റിനറി എന്ന് പറയുന്നത് സഭയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ്, ഒരു കല്ല്. പഴയ നിയമത്തിൽ കല്ലുകൾ നമുക്കറിയാം, അത് ഓർമ്മ സ്തംഭങ്ങളാണ്. അത്
ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാനുള്ള ഒരു മുഖാന്തരമാണ്. അതോടൊപ്പം തന്നെ വരും തലമുറയ്ക്കും അതൊരു ഓർമ്മസ്തംഭം ആകുന്നു. ഈ 100-ാം വർഷത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഞാൻ ചുരുക്കത്തിൽ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വാളാടിയിലെ ആ വിവാഹ ശുശ്രൂഷയിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ആമുഖ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരെല്ലാം ചിരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ ചോദിച്ചു അച്ഛന്മാരോട്, എന്താ നിങ്ങൾ ചിരിച്ചത്? കാരണം അപ്പോൾ ഇനിയിപ്പോൾ 3 പോയിന്റ് ഞങ്ങൾ കേൾക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇന്നും ഞാൻ 3 ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുവാൻ തക്കവണ്ണം ഈ 3 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടും ലഘുവായിട്ടും പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ദൈവം നല്ലവനാണ് എന്ന് നാം പ്രഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവാലയത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ചിന്ത എന്താണെന്നും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രസക്തി നമുക്ക് അറിയുവാൻ സാധിക്കണം. വേദോസം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവാലയത്തെ പറ്റി 3 ആശയങ്ങളാണ് ഉള്ളത്. ഒന്ന്, അതിന് ഹീബ്രു ഭാഷയിൽ ബഥേൽ എന്നാണ് പറയുന്നത്. ഒന്ന്, ആരാധിപ്പാൻ നാം കെട്ടിയതായിട്ടുള്ള മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയം. ആരാധനയ്ക്കായി ദൈവജനം പണിയുന്നതായിട്ടുള്ള മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയം. ഇന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഗിൽ ബിഷോപ്പിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആലയം എന്ന് പറഞ്ഞു. അതൊന്ന്. അവിടെ ആരാധിപ്പാനുള്ള ഭാഗ്യം ലഭിച്ച തലമുറയുടെ സന്തോഷമാണ് ജൂബിലി അല്ലെങ്കിൽ ഈ ശതാബ്ദി എന്ന് പറയുന്നത്. 2, വിശുദ്ധ പൗലോസ് പറയുമ്പോൾ പുതിയ നിയമത്തിലും കാണുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമായ സഭയാണ് ദൈവത്തിൻ്റെ ആലയം. ദ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്ഫുൾ, ദാറ്റ് ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. കാരണം സഭ, ദൈവം ഇന്ന് അധിവസിക്കുന്നു കർത്താവിൻ്റെ ശരീരമായ സഭയിലൂടെയാണ് കർത്താവ് ഇന്ന് ജീവിക്കുന്നത്. അതിലെ അവയവങ്ങളാണ് നാം എല്ലാവരും. അതുകൊണ്ടാണ് 2-ാം പാഠം വായിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദൈവം ഒരുത്തൻ പണി ആരംഭിക്കും കുറിക്കുന്നു, 2ാമത്തവൻ അടുത്തവൻ പണിയുന്നു. 3ാമത് അതിപ്രധാനമായൊരു കാര്യമുണ്ട് ആലയം എന്ന് പറയുമ്പോൾ. അത് ഞാനും നീയും വ്യക്തികളാണ് എന്നുള്ള ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിൽ ആരാണ് വസിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ 3 ആശയങ്ങളുണ്ട് ആലയത്തെപ്പറ്റി. ഈ ആശയങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ സെന്റിനറുടെ പ്രസക്തി നമുക്കറിയുവാൻ സാധിക്കൂ. ആശയങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്. 1, ദ ബിൽഡിംഗ്. 2ാമത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. 3, വി ഓൾ ആർ ഹിസ് ടെമ്പിൾ. നാം എല്ലാവരുമാണ് എന്നുള്ളതാണ്. ദ ബ്രൈഡ് ഗ്രൂം. അപ്പോൾ അതാണ് കാണുന്നത്. ബിൽഡിംഗ്, ബോഡി ആൻഡ് ബ്രൈഡ് ഗ്രൂം. അത് മണവാട്ടി സഭയായിട്ട്, മണവാട്ടികളായിട്ട് നാം, ക്രിസ്തുവിൻ്റെ മണവാട്ടികളായിട്ട് നാം ഓരോരുത്തർ. അപ്പോൾ ഈ 100-ാം വർഷത്തിൽ ഈ സഭയും സമൂഹവും നാം ഓരോരുത്തരും ചെയ്യേണ്ട 3 ചെറിയ കാര്യങ്ങൾ ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. ഓർത്തിരിക്കാൻ കാരണം വളരെ ലഘുവായിട്ടുള്ള 3 ഇംഗ്ലീഷ് പദത്തിൽ ഞാനത് സംഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. 1, റിമെമ്പർ എന്നുള്ളതാണ്. ഈ ശതാബ്ദി വർഷത്തിൽ നാം ചെയ്യേണ്ടത് ഓർക്കുക എന്നുള്ളതാണ്. ഓർമ്മ എപ്പോഴും നല്ലതാണ്, എന്നാൽ ഓർമ്മ ചിലപ്പോൾ ദോഷവുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളെല്ലാം നാം എന്നും ഓർത്തുകൊണ്ടിരുന്നാൽ ആർക്കും ജീവിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് മറവി എന്നുള്ളത്. ഞാൻ അൾസൈമേഴ്സ് രോഗത്തെ പറ്റിയല്ല പറയുന്നത്. ഓർക്കേണ്ട കാര്യങ്ങൾ ഓർക്കണം, മറക്കേണ്ട കാര്യങ്ങൾ നാം മറക്കണം. ദൈവത്തിൻ്റെ വചനമാണ്.
നിന്നോട് ആരെങ്കിലും ദോഷം ചെയ്തെങ്കിൽ നീ മറക്കുക, നിനക്ക് ആരെങ്കിലും നന്മ ചെയ്തെങ്കിൽ നീ എന്നും ഓർക്കുക. എന്നാൽ മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന എന്താണ്? നമ്മോട് ചെയ്ത ദോഷങ്ങൾ എന്നും ഓർത്തിരിക്കും, നമ്മോട് ചെയ്ത നന്മകൾ നാം മറന്നേ പോകും. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ ശതാബ്ദി വർഷത്തിൽ ഒന്നാമതായിട്ട് നാം ഓർക്കണം. സഭയായിട്ട് എന്താണ് ഓർക്കേണ്ടത് നോക്കുമ്പോൾ, ഒന്നാമതായിട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യം എന്താണ്? നിങ്ങളെ വചനം എടുത്തിരുന്ന് വായിച്ചാട്ടെ. ആ മതി. ഒന്നാമതായിട്ട് നമ്മെ വചനം പറഞ്ഞ് നടത്തിയവരെ നാം സഭയുടെ ശതാബ്ദി വർഷത്തിൽ ഓർക്കണം. ഇവിടെ പറയുണ്ടായി, ഗിൽ സാഹിബാണ്, ബിഷപ്പ് ഗില്ലാണ് ഈ ദേവാലയം പ്രതിഷ്ഠിച്ചത്. ഞാൻ അഭിമന്യ തിരുമേനി പറഞ്ഞ പോലെ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ദേവാലയം ഇവിടെ പണിയപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന് സ്ഥലം അനുവദിച്ചുള്ള അന്നത്തെ മാനേജർമാരെ, അതുകൊണ്ട് നാം ഓർക്കേണ്ടത് ആരെയെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പിതാക്കന്മാരെ നാം ഈ സമയത്ത് ഓർക്കണം. നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ നമ്മുടെ പൂർവികന്മാരെ നാം ഓർക്കണം. ഇന്ന് ഈ മനോഹരമായ ദേശത്തെ ഈ ആലയത്തിൽ മനോഹരമായ യൂണിഫോമെല്ലാം മാറി മാറി ഇട്ടുകൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുമ്പോൾ, ഉടുതുണിക്ക് മടുതുണിയില്ലാതെ, ഒരു വസ്ത്രം മാറിത്തിരിപ്പാൻ കഴിവില്ലാതെ, പട്ടിണിയിലും കഷ്ടതയിലും വേദനയിലും നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ആ അധ്വാനത്തിലേക്കാണ് ഞാനും നീയും പ്രവേശിച്ചിരിക്കുന്നത് ഓർക്കുവാനുള്ള സമയമാണ്. നമ്മളെ വചനം പറഞ്ഞ് നടത്തിയവരെ നാം മറന്നു പോകരുത്. ഉപദേശിമാർ, അച്ഛന്മാർ, ഇതിന് ആരംഭം കുറിച്ചിട്ടുള്ള മുന്നണി പ്രവർത്തകർ, നമ്മുടെ മുൻ പിതാക്കന്മാരും മാതാക്കളും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഈ ദേവാലയം ഇത്രത്തോളം ആക്കുവാൻ കഷ്ടപ്പെട്ടതായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരെ നാം ഓർക്കുക. അതുകൊണ്ടാണ് എബ്രായ ലേഖനം തന്നെ 12-ാം അധ്യായത്തിലെ 1-ാം വാക്യം എന്താണ് പറയുന്നത്? ആകയാൽ സാക്ഷികളെ വലിയൊരു സമൂഹം അപ്പോൾ നമുക്ക് ചുറ്റും വലിയൊരു സാക്ഷികളുണ്ട് എന്നൊരു കാര്യം മറന്നു പോകരുത്. ആ സാക്ഷികൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമല്ല, മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കന്മാരും വിശുദ്ധരായുള്ള പിതാക്കന്മാരും മാതാക്കളുമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവരെ വളരെ വളരെ സിമ്പിളായിട്ട് ലളിതമായ പ്രാർത്ഥന, അവരുടെ ആരാധന, അവരുടെ കഷ്ടതയും അവരുടെ അധ്വാനവും, അവർ നമുക്ക് വേണ്ടി സഹിച്ചതായിട്ടുള്ള ത്യാഗങ്ങൾ, അതൊക്കെയാണ് ഈ സഭയുടെ നമ്മുടെ കുടുംബങ്ങളുടെയും അടിസ്ഥാനക്കല്ലെന്ന് പറയുന്നത്. അത് അവർക്ക് ഒറ്റ അടിസ്ഥാനമുണ്ടായിരുന്നു, ക്രിസ്തു. ആ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ അപ്പലോസ് പണിതോ മറ്റുള്ളവർ അങ്ങനെ അതിൻ്റെ മുന്നിൽ അപ്പോസ്തലന്മാരാലും വിശുദ്ധന്മാരാലും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവം നടത്തിയ വിധങ്ങളെ നാം ഓർക്കുമ്പോൾ, ദൈവം എത്ര നല്ലവനായിട്ട് നമ്മുടെ പിതാക്കന്മാരെ നടത്തി എന്ന് ഓർക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞത് ഓർക്കണം എന്നുള്ളതാണ്. നമ്മുടെ പിതാക്കന്മാരെ ഓർക്കുന്നുണ്ടോ നാം? ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടം എന്തെന്ന് വെച്ചാൽ, അവരെ ത്യാഗവും അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും പ്രയത്നവും മുഖാന്തരം നമുക്ക് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെയും അനുഗ്രഹത്തിന് മുഖാന്തരമായ നമ്മുടെ മാതാപിതാക്കന്മാരെയും മറക്കുന്നൊരു തലമുറ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, അതാണ് ഒന്നാമത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് നമുക്ക് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കാം. നടത്തിയ വിധങ്ങളോർത്താൽ
നന്ദിയേ കിടാതിരുന്നിടുമോ നാഥൻ നടത്തി. നന്ദിയേ കിടാതിരുന്നിടുമോ കഷ്ടതയിലും പിടിച്ചോ കഷ്ടം കരം പിടിച്ചു നമ്മെ നടത്തിയ വിധങ്ങളോർത്താ നന്ദിയേ കിടത്തിരുന്നിടുമോ. രണ്ടാമത് നാം ഓർക്കേണ്ട കാര്യം, രണ്ടാമത് ദിസ് എ ടൈം ടു റിജോയ്സ് ഇൻ ദ പ്രസന്റ്. ഇത് അതുകൊണ്ട് നാം ദൈവത്തിൽ മഹത്വപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ നാം വായിച്ചെന്താണ്? അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവം എന്നേക്കുള്ളത് അവൻ്റെ വിശ്വസ്ത തലമുറയായിരിക്കുന്നു. ഈ ദൈവം മുൻകാലങ്ങളിൽ നമ്മെ നടത്തുക മാത്രമല്ല, ഇന്നും നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് റിജോയ്സ് ഇൻ ദ ലോർഡ്, റിജോയ്സ് ഇൻ ദ പ്രസന്റ്. എന്തുകൊണ്ടാണ് ഇന്ന് നാം ഈ വർത്തമാനകാലത്ത് നാം ഈ ശതാബ്ദി ആഘോഷിക്കുന്നത്? ദൈവത്തിൽ സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നതെന്ന് വെച്ചാൽ, 100 വർഷം തികഞ്ഞതുകൊണ്ട് നമ്മുടെ സഭയുടെ പൂർത്തീകരണമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ പൂർത്തീകരണമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെയും പൂർത്തീകരണമല്ല. നാം മുന്നോട്ട് ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇന്ന് സുവിശേഷ ഭാഗമായിട്ട് അഭിമന്യ തിരുമേനി വായിച്ച ഭാഗത്ത്, പത്രോസ് നീ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. കർത്താവ് ഇന്നും സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ആ പണിയിൽ ഒരു പങ്കാളിയായി തീരുവാൻ കർത്താവ് ഇന്നും നമ്മെ കൂട്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാം സന്തോഷിക്കേണ്ടത്. ബിക്കോസ് ഗോഡ് ഈസ് സ്റ്റിൽ ബിൽഡിംഗ് അവർ ചർച്ച്. God is still keeping us safe. നമ്മെ അവൻ എത്രമാത്രം അത്ഭുതകരമായിട്ട് ഈ സഭയെ ഇന്നും കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് വന്നു, ആരാധിപ്പാൻ പോലും നമുക്ക് ആലയത്തിൽ വരുവാൻ കഴിയാത്ത സമയങ്ങളുണ്ടായിരുന്നു. ഫാക്ടറികളെല്ലാം ലോക്ക്ഡൗൺ ആയി. അവിടെ നമുക്ക് ദൈവം നമ്മെ കൈവിട്ടില്ല. കൈവിട്ടോ? ഇല്ല. അങ്ങനെ നോക്കുന്ന അവസരത്തിൽ സാമ്പത്തികമായുള്ള താഴ്ചകളൊക്കെ ഉണ്ടായി. രാഷ്ട്രങ്ങൾ പോലും അവിടെ വളരെ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. ഞാനൊരു 2 മാസക്കാലം ശ്രീലങ്കയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പോയി, അവിടെ സെമിനാരിൽ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായ സംഗതി, ആ ഇക്കണോമിക് റിസഷൻ കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും അതിൽ നിന്ന് അവർ കരകയറിയില്ല. സാധനങ്ങളെല്ലാം കൊണ്ടുപിടിച്ച വില, തീ വില എന്ന് പറയും. എന്താ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് കാരണമെന്ന് വെച്ചാൽ ആ ഇക്കണോമിക് സാമ്പത്തികമായിട്ട് ആ തളർച്ച ഉണ്ടായപ്പോൾ ഇത് നമ്മെയും ബാധിച്ചു. അനേക വെല്ലുവിളികൾ ഈ സഭയുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടായി. നമുക്കെല്ലാവർക്കും സാമ്പത്തികമായുള്ള പരാധീനങ്ങൾ വന്നു. എന്നാൽ കർത്താവ് നമ്മെ വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നാം നോക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൽ മഹത്വപ്പെടുത്തുവാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഈ ആലയം മുഖാന്തരം, ഈ സഭ മുഖാന്തരം അനേകർ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. കുടുംബങ്ങൾ വളർന്നു. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഞാൻ ആദ്യമായി ഒരു അച്ഛനായിരിക്കുമ്പോൾ ആദ്യമായിട്ട് വന്ന ഒരു വിവാഹശുശ്രൂഷ ബഹുമാനുള്ള ജസ്റ്റിമണി അച്ഛൻ്റെയും കൊച്ചുമണിയും. അന്ന് അച്ഛനാണെങ്കിലും സൂട്ടിട്ടുകൊണ്ട് വരുന്ന ഒരു അച്ഛനെ ആദ്യമായിട്ട് കണ്ടു. ഒരു മണവാട്ടി. അങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ ഈ ആലയം മുഖാന്തരം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, വളർന്നു.
എത്രയെത്ര നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയമായും ഭൗതികമായിട്ടും ഈ ആരാധനയോടെ വളർന്നു. ദൈവത്തിൻ്റെ വചനം അവർ കേട്ടു, ദൈവാരാധനയിൽ അവർ വളർന്നു, സഭയുടെ സേവനത്തിൽ അവർ മുതിർന്നു വന്നു. നാം സന്തോഷിക്കുന്നു, അതെല്ലാം ഓർത്ത്. എന്നാൽ ആ സന്തോഷിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം, യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്, കർത്താവ് ഇന്നും സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ആമേൻ. കർത്താവ് ഇന്നും സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ആ കർത്താവ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിച്ചു. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഉയർന്ന സ്ഥാനത്ത് ദൈവം എന്തുകൊണ്ട് നമുക്ക് ഒരു ആലയം നൽകി? താഴെ സിറ്റിയിൽ ഇന്ന് നമ്മൾ ആലയം പണിയുന്നെങ്കിൽ എന്തു ചെയ്യും? ടൗണിലൊരു സ്ഥലം വാങ്ങി അവിടെ ദൈവാലയം പണിയും. അപ്പോഴെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അനേക ശബ്ദങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ആ സ്തുതിയും സ്തോത്രവും എല്ലാം കേൾക്കാതെ വരും. എന്നാൽ ഈ മലയുടെ മുകളിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഉടമസ്ഥർക്ക് നൽകിയ ആ ഒരു ദർശനപ്രകാരം മനോഹരമായ ദേവാലയം ഈ കുന്നിൻ്റെ മുകളിൽ നൽകി. മലവേൽ ശോഭിക്കുന്നൊരു പട്ടണമായി ദൈവം നമ്മെ ഇവിടെ നിർത്തി. എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ താഴ്വര മുഴുവൻ പ്രഘോഷിക്കുവാൻ വേണ്ടി, പ്രകമ്പനം കൊള്ളുവാൻ വേണ്ടി. ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ കപ്പ്യാർച്ചനോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഞങ്ങൾ ഇവിടെ ക്രിസ്തീയ പാട്ടുകൾ വെക്കും. പാട്ടിലൂടെ ദൈവത്തിൻ്റെ വചനം ജനം കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ജനം ഉണരുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്താലും, ജനം ഉറങ്ങുവാൻ പോകുന്നു അവൻ്റെ സുവിശേഷം കേട്ടുകൊണ്ടുള്ള ആ അനുഭവം നൽകുവാൻ തക്കോണം ദൈവം ഈ ആലയത്തെ ഉയർത്തി. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസരമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അവസരമാണ്. എന്നെക്കാൾ ഉപരിയായി എന്താണ് നാം എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, അതിന് കാരണം ആ പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മാറ്റമില്ലാത്തൊരു കർത്താവ് മാറ്റങ്ങളുടെ മധ്യത്തിൽ നമ്മയെയും നമ്മുടെ കുടുംബത്തെയും ഈ ആലയത്തെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം സന്തോഷിക്കേണ്ട ഒരു അവസരമാണ്. രണ്ട് കാര്യം ഞാൻ പറയും, രണ്ടും 6-ൽ തുടങ്ങുന്നതാണ്. ഒന്ന് ഞാൻ പറഞ്ഞെന്താണ്? റിമെമ്പർ, ഓർക്കുക. 2, റിജോയ്സ്, സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. ജൂബിലിയെ പറ്റിയുള്ള പ്രസംഗം അല്ലെങ്കിൽ വേദഭാഗമാണ് 1-ാം ഭാഗത്ത് നാം വായിച്ചത്, 1-ാം പാഠമാണ് വായിച്ചത്. ജൂബിലി എന്ന് നിങ്ങൾ തമിഴിൽ ജൂബിലി തന്നെ എഴുതിയിരിക്കുന്നു അല്ലേ? മലയാളത്തിൽ ജൂബിലി എന്നുള്ള വാക്കില്ല. പിന്നെന്താണ്? യോവേൽ സംവത്സരം. യോവേൽ സംവത്സരം അത് 50-ാം സംവത്സരമാണ്. യോവേൽ അല്ലെങ്കിൽ ജൂബിലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ജൂബിലി കൊണ്ടാടേണ്ട അടിസ്ഥാനം സബത്താണ്. 7-ാം ദിവസം സബത്ത് ദിവസമാണ്. 7-ാം വർഷം സബത്ത് വർഷമാണ്. അങ്ങനെ 7 സബത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ വരുന്ന 50-ാം വർഷമാണ് യഥാർത്ഥമായി ജൂബിലി, യോവേൽ സംവത്സരം എന്ന് പറയുന്നത്. അവിടെ വായിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി നിന്നാൽ, നിങ്ങൾ 7-ാം വർഷം എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യണം? 7-ാം വർഷത്തിൽ കൃഷി ചെയ്യണോ? കൃഷി ചെയ്യരുത്. അപ്പോൾ സാധാരണയായിട്ടുള്ള ജനം ചോദിക്കും, ഞങ്ങളിവിടെ 8 ദിവസം അല്ലെങ്കിൽ 7 ദിവസം പണിതിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ നീ പറഞ്ഞനുസരിച്ച് ഒരു വർഷം കൃഷി ചെയ്തായിരുന്ന ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് 6-ാം വർഷം ബമ്പർ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കുള്ള
അനുഗ്രഹങ്ങൾ ഒറ്റ വർഷം തരും. എന്നാൽ അത് ആചരിക്കണമെങ്കിൽ, ആ ജൂബിലി കൊണ്ടാടണമെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്നത്തെ യുവതലമുറയാണെങ്കിൽ പറയും, ആ ദൈവമൊക്കെ അങ്ങനെ പറയും, അച്ഛൻ അങ്ങനെ പള്ളിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അല്ലേ? നീ ദശാംശം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എത്ര പേർ പറയും സന്തോഷത്തോടെ സ്വീകരിക്കും. അത് പറയും അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛനൊന്നും വേണ്ട, കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, മറ്റലവൻസ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്നാൽ അവിടെ പറയുകയാണ് ചെയ്യുന്നത്, എന്നാൽ നീ അതിൻ പ്രകാരം ജീവിച്ചാൽ കർത്താവ് നിന്നെ പരിപാലിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച് നീ ദൈവത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ചാൽ അവൻ നിന്നെ പരിപൂർണമായിട്ട് കാത്തു പരിപാലിക്കും. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്തു തിന്നും എന്നുള്ള ഭയം, ആശങ്കയൊക്കെ മാറിപ്പോകും. എന്തൊടുക്കും, ഇന്ന് ദൈവം അനുഗ്രഹിച്ച് എന്തൊടുക്കും എന്നുള്ള, പിന്നെ ഏതാണ് ഉടുക്കേണ്ടതല്ലേ? നമ്മുടെ ചേച്ചിമാരും അമ്മമാരൊക്കെ അല്ലെങ്കിൽ സഹോദരിമാരെല്ലാം ഇന്ന് യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. ആ യൂണിഫോം ഉള്ളതുകൊണ്ട് ഇന്ന് യാതൊരു തടസ്സവുമില്ല, യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം അല്ലേ? അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ഒരിതാണ്. എന്തൊടുക്കും, ഇന്ന് എനിക്ക് കൊടുക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഏതൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് ദൈവം നമ്മെ അനുഗ്രഹിച്ചു, ഇല്ലയോ? ഓക്കെ. നിൻ്റെ ശരീരത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, പാർപ്പിടത്തെപ്പറ്റി, നിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെയും നീ ആകുലപ്പെടുന്നതിനേക്കാൾ ഉപരിയായി നിനക്ക് വേണ്ടി ആകുലപ്പെടുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് നാം സന്തോഷിക്കുക. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കേണ്ടിയിരിക്കുന്നുവല്ലോ. ഇവിടെ ഞാൻ ആ പ്രസംഗിക്കുന്നു പറഞ്ഞപ്പോഴേ തന്നെ ഇവിടെ നിന്ന് ഞാൻ ശരിക്കുണ്ടായി ഇങ്ങനെ കണ്ണു കാണിച്ചു, അയ്യോ ഇന്ന് തീരുവോ അല്ലേ, തീർക്കാൻ പോവാ. മൂന്നാമത് ഒരു കാര്യം, മൂന്നാമത് എന്താണ് പറയുന്നത്? മൂന്നാമത്തെ വാക്ക് റിന്യൂ, പുതുക്കുക എന്നുള്ളതാണ്. റിമെമ്പർ, റിജോയ്സ് ആൻഡ് റിന്യൂ, പുതുക്കുക. ഇതൊരു പുതുക്കത്തിൻ്റെ വർഷമാണ്. ജൂബിലി ഈസ് നോട്ട് ദി എൻഡ്. പക്ഷേ ഇംഗ്ലീഷ് പറയാറുണ്ട്, ഇറ്റ് ഈസ് എ സ്പ്രിംഗ് ബോർഡ്. സ്പ്രിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ സ്പോർട്സ് താരങ്ങളുണ്ടോ ഇവിടെ? ഉണ്ടോ? ആരുമില്ലേ? ഇത്രയും ഉയർന്ന ഈ പ്രദേശത്ത് താമസിച്ച ആരെങ്കിലും കായിക അല്ലെ സ്പോർട്സ് താരങ്ങളില്ലാവുന്നോ? ഉണ്ടോ? അപ്പോൾ ഈ ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും ഇതൊക്കെ ഞാൻ ചാടിയിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ആ മാർക്കിംഗ് പോയിന്റിൽ ഒരു ബോർഡ് വെക്കുക, അതിന് പറയുന്നതാണ് സ്പ്രിംഗ് ബോർഡ്. അത് ചവിട്ടിക്കൊണ്ടാണ് എടുത്ത് ചാടുന്നത്. ജൂബിലി സെന്റിനറി ഈസ് എ സ്പ്രിംഗ് ബോർഡ് ഫോർ ദ നെക്സ്റ്റ് 100 years. അടുത്ത 100 വർഷത്തേക്കുള്ള ഒരു ചാട്ടത്തിന് വേണ്ടിയുള്ള പലകയാണ് ഈ ജൂബിലി സെന്റിനറി. നേരത്തെ പറഞ്ഞ പോലെ ദൈവം നമ്മളെ പണിയുന്ന പണി അവസാനിപ്പിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇനിയും ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചിട്ടില്ല. ഈ സഭയെ പറ്റിയുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. ഇതൊരു പര്യാവസാനമല്ല, പിന്നെയോ ഒരാരംഭമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുതുശക്തിയോടെ, പുതു കൃപയോടെ മുന്നോട്ട് ഗമിക്കുവാനുള്ളൊരവസരമാണ്. ആരെങ്കിലും ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യം വായിക്കും. ഫിലിപ്പിയർ 3:13-14. പിടി മതി. ഞാൻ ലഭിച്ചു എന്നോ, പിന്നെന്താ? അതിന് മുമ്പുള്ള
ലഭിച്ചു എന്നോ പിടിച്ചു എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് ഓവർ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതവും നമ്മുടെ സഭയുടെ ജീവിതവും കുടുംബത്തിൻ്റെ ജീവിതവും അത് പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ഇനിയും ദൈവം നമുക്ക് ഇനി അനുഗ്രഹങ്ങൾ നൽകുവാനുണ്ട്. അതിലേക്കുള്ള ഒരു എടുത്തുചാട്ടത്തിൻ്റെ സമയമാണിത്. അതുകൊണ്ട് ദൈവം ഇപ്പോഴും ഈ സഭയെയും നമ്മയും പണിതുകൊണ്ടിരിക്കുക. നാം എന്താണ് ചെയ്യുന്നത്? പുതിയ ദർശനത്തോടുകൂടി, പുതിയ ഉദ്ദേശത്തോടുകൂടി, പുതിയ ആത്മാവിനാൽ ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ മുന്നേറുക. പഴയത് ഈ വർത്തമാന യുഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വർത്തമാന യുഗം ഇനിയും ഭാവിയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കും. കാരണം ഈ സഭയുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും സൃഷ്ടാവ് ആരാണ്? കർത്താവാണ്. കർത്താവിൻ്റെ സൃഷ്ടി തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അതുകൊണ്ട് ഈ സമയത്ത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, അവൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായ നാം ഓരോരുത്തരും, ഈ ആലയത്തിൽ കൂടി വന്നുള്ള നാം എല്ലാവരും ചെയ്യേണ്ടത് തന്നെ ആ പുതുക്കത്തിനു വേണ്ടി കർത്താവിങ്കിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സെൻറ്റിന് ഒരു വർഷത്തിൽ ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ചുരുങ്ങിയ 3 കാര്യങ്ങളിലൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1, റിമെമ്പർ, ഓർക്കുക. 2, റിജോയ്സ്, സന്തോഷിക്കുക. 3, റിന്യൂ, പുതുക്കം പ്രാപിക്കുക. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. തളരാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം. കഴുകൻ്റെ ഒരു സ്വഭാവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം നോക്കുമ്പോൾ 2 വിധമായി പക്ഷികൾ പറക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ചില പക്ഷികൾ ചിറകടിച്ച പറക്കുന്നത്. അവർ ആ പക്ഷിയുടെ ശക്തി പ്രയോഗിച്ച് ഉയരങ്ങളിലേക്ക് പോകും. എന്നാൽ കഴുകനും പരന്തും എല്ലാം പറക്കുന്ന അങ്ങനെയല്ല. അത് പട്ടം പറക്കുന്ന പോലെയാണ്. പട്ടം പറക്കുന്ന എങ്ങനെയാണ്? അതിന് ശക്തിയുണ്ടോ? കാറ്റിൻ്റെ ശക്തിയാൽ അത് ഉയർന്നു പോകും. അതുകൊണ്ടാണ് പഞ്ചാബിലൊരു കഥയുണ്ട്. ഒരിക്കലൊരു കഴുകെന്ന് പറയുമ്പോൾ നമ്മൾ പരന്താണ്, മറ്റു കഴുക്കൽ എന്നാണ്. ഒരു പരന്തും കുഞ്ഞും കൂടെ ആകാശത്തിൽ പറക്കുമ്പോൾ വളരെ ശക്തിയേറിയ കാറ്റെതിരെ വരിക. അപ്പോൾ കുഞ്ഞ് അവിടെ കരയാൻ തുടങ്ങി. അപ്പോൾ പക്ഷി ഈ കുഞ്ഞിനോട് പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നത്? ഈ ശക്തിയുള്ള കാറ്റ് അത് നമ്മെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദൈവം ഉയർത്തുവാനുള്ള ശക്തിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവിടെയാണ് നമുക്ക് പുതുക്കം ലഭിക്കുന്നത്. അല്ലാതെ പുതുക്കം ഉണ്ടാകുന്നത് എല്ലാം ഭംഗിയായി പോകുമ്പോഴല്ല. പിന്നെയോ പ്രതികൂലങ്ങൾ വരാം, സങ്കടങ്ങൾ വരാം, ദുഷ്ടത അല്ലെങ്കിൽ എല്ലാം വരാം. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ ശക്തീകരിച്ച് ഉയർത്തും. എപ്പോൾ? ഈ ജൂബിലി വർഷം പിതാക്കന്മാരെ നടത്തിയ വിധങ്ങളെ നാം ഓർക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. ഈ ജൂബിലി വർഷം ദൈവം ഇപ്പോൾ നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ചെയ്തവനെ സ്തുതിക്കുന്നു. അതിൽ നാം സന്തോഷിക്കുന്നു. വരും വർഷം അവൻ നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ പുതുക്കത്തിനായി സമർപ്പിക്കുന്ന സമയമാണ്. അതിനായിട്ട് നമുക്ക് ഈ സമയത്ത് സമർപ്പിക്കാം. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നടത്തിയ വിധങ്ങളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റാം.
ഹല്ലേലൂയാ, 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 കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും അവൻ്റെ നടത്തിപ്പുകളുമായി നമുക്ക് സ്തോത്രം ചെയ്യാം. വൻ കൃപയിലെന്നെ ഇന്നയോളം കാത്ത വൻ ഇന്നയോളം കാത്ത എൻ്റെ ദൈവത്തെ ഇന്നും എന്നേക്കും എൻ്റെ ഇന്നും എന്നേക്കും കണ്ണു നിർത്തുമ്പോൾ കണ്ണു നിർത്തുന്ന ദൈവത്തിന് എന്നേക്കും എൻ്റെ ഇനിയും അവൻ നമ്മെ വഴി നടത്തും എന്നുള്ള അവൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കർത്താവിനായിട്ട് പരിപൂർണമായിട്ട് സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ോരാശ്രയം താൻ മാർവിലല്ല ഇല്ലെനിക്കോ വിശ്രാമം വേറെ ഈ പാരിലും ഭാരത്തിലും കോർസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുണ്ട്. എൻ്റെ സഹായൻ ദൈവമേ നീയല്ലാതില്ലാരോ യേശു മാത്രം മതിയെനിക്കേതുമേലാത്തോ. ഒരു പ്രാവശ്യം കൊണ്ട് കുറച്ച് പാടാം. എൻ്റെ സഹായൻ ദൈവമേ നീയല്ലാതില്ലാരോ യേശു മാത്രം മതിയെനിക്കേതുമേലാത്തോ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.